ഞാൻ സാധാരണ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കിയെടുക്കാറുള്ള നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അധികം ആരും ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്, കഴിക്കാനും നല്ലൊരു രുചിയുള്ള ബീഫ് കറിയാണ്. ഇന്ന് ഈ രുചികരമായ ബീഫ് കറിയുടെ റെസിപ്പി കാണാം. 1/2 കിലോ ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇടാം. പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് ചെറിയുള്ളി ചതച്ചെടുത്തത്, 1 സബോള ചോപ്പ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില, പകുതി തക്കാളി ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ബീഫ് നന്നായി മാരിനേറ്റ് ചെയ്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് മീറ്റ് സോഫ്റ്റ് ആവുന്നവരെ മീഡിയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഒരു കടായി ചൂടാക്കി 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2.5 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വറുത്ത് എടുക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. സെയിം കടായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില, ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കുക. ഇനി വറുത്ത് പൊടിച്ച പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും, ഗ്രേവി കുറവാണെങ്കിൽ തിളച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഗ്രേവി വറ്റിച്ചെടുക്കണം. അപ്പോൾ ബീഫിൽ നന്നായി മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കുക. അപ്പോൾ ഇതിൽ പാകത്തിനുള്ളൊരു ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇറക്കുന്നതിനും തൊട്ട് മുമ്പായിട്ട് 2 സ്ലൈസ് ചെയ്ത പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പകുതി തക്കാളിയുടെ സീഡ് കളഞ്ഞിട്ട് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടതും കൂടെ ചേർത്ത്, പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല രുചിയുള്ളൊരു ബീഫ് കറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ബീഫ് കറി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. നല്ലൊരു ബീഫ് കറിയാണ്. ഇന്ന് ഞാൻ ചപ്പാത്തിയുടെ കൂടെ ആണ് കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക് യു.